യൂട്യൂബിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ശരിയല്ല, എൻ്റെ ടൈം ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് വ്യൂ കിട്ടുന്നില്ല. ഇങ്ങനെ വിചാരിക്കുന്ന ഒരു യൂട്യൂബറാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് നോക്കാം ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയവും വീഡിയോ റീച്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ചാനലിനും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ചാനലിനും ഓരോ സമയമായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമുള്ളത്. എൻ്റെ ചാനലിനെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്, പിന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്, ടെക്നിക്കൽ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. ഈ അപ്ഡേറ്റ്സിനെ സംബന്ധിച്ച് അപ്ഡേറ്റിന്റെ പ്രത്യേകത അതിൻ്റെ ടൈം അല്ല, അത് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ഒരു അലോട്ട്മെന്റ് വന്നു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ആദ്യം നമ്മുടെ ഓഡിയൻസിനെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ആ ഒരു മേഖലയിലെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വ്യൂ കിട്ടും. അത് നട്ടുച്ചയ്ക്കാണെങ്കിലോ പാദയാത്രയ്ക്കാണെങ്കിലോ വൈകുന്നേരമാണെങ്കിലോ രാത്രി ആണെങ്കിലോ ഡസന്റ് മാറ്റർ. അത് എപ്പോഴാണ് ആ ഒരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്, ആ സമയത്ത് തന്നെ ഓഡിയൻസിനെ അറിയിക്കാൻ പറ്റുക. അവിടെ ടൈമിംഗ് ആണ്. അത് ഏറ്റവും ആദ്യം ചെയ്യുക എന്നുള്ളതാണ് അത്തരം വീഡിയോകൾ ചെയ്യുന്നവരുടെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ജോബ് അലർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോബ് നോട്ടിഫിക്കേഷൻസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ഏറ്റവും ആദ്യം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അവിടെ വ്യൂ കിട്ടാൻ സാധ്യത. എന്നാൽ ഇൻഫർമേഷണൽ വീഡിയോസ് ചെയ്യുമ്പോൾ അതൊരു കറണ്ട് സെനാരിയോയിൽ അത്യാവശ്യമുള്ള കാര്യമാണ് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. അല്ലാതെ ഒരു ജനറൽ കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, എൻ്റെ വീഡിയോ വരുന്ന ഒരു സമയമുണ്ടല്ലേ, വൈകുന്നേരം ഒരു 5:30ക്കും 7:30ക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഇത്തരം കണ്ടന്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഓഡിയൻസിനെയാണ്. സോ യൂട്യൂബിൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെങ്കിൽ ആളുകൾ ഫോൺ കയ്യിലെടുക്കുന്ന സമയം അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുന്ന സമയമായിരിക്കണം. നമ്മുടെ ഒരു കൾച്ചർ വെച്ച് പൊതുവെ ആളുകൾ ജോലി അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആകുന്ന സമയം എപ്പോഴാണ്? അത് വൈകുന്നേരമാണ് അല്ലേ. വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് ചിലപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഫോൺ നോക്കാം. ഇനി അല്ല എങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഫോൺ ഒന്ന് സ്ക്രോൾ ഔട്ട് ചെയ്യുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് പൊതുവെ ഒരു 5:30ക്കും 7:30ക്കും ഒക്കെ ഇടയിലുള്ള ടൈം ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻഫർമേഷണൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ആ ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ കൂടുതൽ ആളുകൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വ്യൂ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എന്നാൽ ഒരു വൈറൽ കണ്ടന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകത അത് എപ്പോഴിട്ടാലും അത് നിങ്ങൾ ഇടുന്നത് പാതിരാത്രിക്കാണ് എങ്കിലും രാവിലെ ആളുകൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഹോം സ്ക്രീനിൽ വരും. സോ ആളുകൾ കാണും. പിന്നെ മറ്റൊരു പ്രത്യേകത, നമുക്ക് കുറച്ച് ഫിക്സഡ് ഓഡിയൻസ് ഉണ്ടാവും. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അത് നിങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അവരുടെ ഹോം സ്ക്രീനിൽ വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണും. സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഓരോ ചാനലിനെയും കാറ്റഗറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക. ഇനി ഒരു ജനറൽ കണ്ടന്റ് ആണെങ്കിൽ അത് താരതമ്യേന വൈകുന്നേരങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യത. ഈ റിട്ടേണിംഗ് വ്യൂവേഴ്സ്, അതായത് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നമ്മുടെ വീഡിയോ അവർ കാണും. എന്നാൽ ഇനിഷ്യലി വീഡിയോയ്ക്ക് കിട്ടുന്ന റീച്ച് നമ്മുടെ വീഡിയോയുടെ മൊത്തത്തിലുള്ള റീച്ചിനെ സ്വാധീനിക്കാറുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയം, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആ കുറഞ്ഞ സമയം കൊണ്ട് ആദ്യത്തെ 1 അവറിൽ കിട്ടുന്ന 1 അവറിൽ കിട്ടുന്ന റീച്ച് അനുസരിച്ച് യൂട്യൂബ് നമ്മുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ പുതിയ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഒരു വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ അതിന് 1000 വ്യൂസ് കിട്ടിയെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോയ്ക്കകത്ത് എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ട്, ഇത് കുറച്ച് ആളുകളിലേക്ക് കൂടി സജക്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് പേരുടെ സജഷൻസിൽ കൂടി നമ്മുടെ വീഡിയോ ചെല്ലും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്ന മൊമെന്റിൽ തന്നെ കൂടുതൽ വ്യൂസ് കിട്ടാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അതിനാൽ നമുക്ക് ഏറ്റവും ആപ്റ്റായ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ അത് വൈകുന്നേരങ്ങളാണ്. ഈ ഇൻഫർമേഷൻ അല്ല അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതിന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പക്ഷേ ജനറൽ കണ്ടന്റ് ആണ് എങ്കിൽ കൂടുതൽ ഓഡിയൻസിനെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കൂടുതൽ വ്യൂ കിട്ടാൻ ചാൻസ് ഉള്ളത് വൈകുന്നേരങ്ങളിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. ഇനി നിങ്ങളുടെ ചാനലിന്റെ നേച്ചർ, നിങ്ങളുടെ ഓഡിയൻസിന്റെ സ്വഭാവം, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കാര്യങ്ങൾ.
നമുക്കറിയാം നമ്മളൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നു, ഇനി ഫുഡാണ് അല്ലെങ്കിൽ ടെക് വ്ളോഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ കേരളത്തിലുള്ള ആളുകൾ മാത്രമാണോ എന്ന് നിർബന്ധമില്ല. നമുക്കറിയാം മലയാളികൾ ലോകമെമ്പാടുമുണ്ട്, പല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഓഡിയൻസ് ഉണ്ടാകാം. സോ അവിടെ ഈ സമയത്തിന് വലിയ പ്രസക്തി ഇല്ല, കാരണം അവിടെ എപ്പോഴാണ് ആളുകൾ ഫ്രീ ആവുന്നത് ആ സമയത്തായിരിക്കും ഫോൺ എടുക്കുക, വീഡിയോ കാണുന്നത്. എനിവേ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ ഓഡിയൻസ് എപ്പോൾ ഫ്രീ ആകുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, ആ സമയത്ത് കൂടുതലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആളുകൾ ഫ്രീ ആകുന്നത്, റിലാക്സ് ആവുന്നത് വൈകുന്നേരങ്ങളിലാണ്. ഒരു 5:30 to 7:30 ആ ഒരു സമയമൊക്കെ ഏറ്റവും നല്ല സമയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കൊരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു പീക്ക് ടൈമാണ്, കൂടുതൽ ആളുകൾ യൂട്യൂബ് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ഇനി യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെ ഓഡിയൻസ് വരുന്ന ടൈം ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അനലിറ്റിക്സ് നോക്കുവാണെങ്കിൽ ഓഡിയൻസ് എൻഗേജ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ച് പറഞ്ഞു. സ്റ്റുഡിയോയ്ക്കകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം കൃത്യമായിട്ട് കലണ്ടർ പോലെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ആ ഡാർക്കായി വരുന്ന സമയത്താണ് കൂടുതൽ ആളുകൾ, കൂടുതൽ ഓഡിയൻസ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത്. സോ ആ ഒരു സമയം നോക്കി കൃത്യമായിട്ട് സെയിം ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈം നോക്കി, സ്റ്റുഡിയോയിലെ ടൈം നോക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കൂടുതൽ ഓഡിയൻസ് നമ്മുടെ വീഡിയോ ആ ഒരു സമയത്ത് തന്നെ അപ്ലോഡിങ് ടൈമിൽ തന്നെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ സജഷൻസിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡ്യൂസോഫ്റ്റ് മലയാളത്തിന്റെ യൂട്യൂബുമായി ബന്ധപ്പെട്ട സീരീസ് ആണ്. നമ്മൾ ഓൾറെഡി യൂട്യൂബ് എന്താണ് എന്ന് മുതൽ വാച്ച് അവർ, സബ്സ്ക്രൈബർ, തംബ്നെയിൽ, ദെൻ യൂട്യൂബ് സ്റ്റുഡിയോ, ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേലിസ്റ്റ് ആയിട്ട് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ യൂട്യൂബർ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോൾ മില്യൺ ഫോളോവേഴ്സിന് മുകളിൽ എത്തേണ്ടതാണ്. കാരണം എനിക്കിപ്പോൾ ടോട്ടൽ 2.5 മില്യൺ വ്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ജസ്റ്റ് 40 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തില്ലെങ്കിലും കുറച്ച് പേരൊക്കെ, 2 പേര് കാണുമ്പോൾ ഒരാൾ ചെയ്താലും മതിയായിരുന്നു 1 മില്യൺ അടിക്കാനായിട്ട്. പക്ഷേ അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ യൂട്യൂബേഴ്സ് ആണല്ലേ, വീഡിയോ കാണുന്നത് യൂട്യൂബേഴ്സ് ആണ്, സബ്സ്ക്രൈബറിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ ചാനലാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ, ജോബ്, കരിയർ, അതോടൊപ്പം തന്നെ ടെക്നോളജി, യൂട്യൂബ്, ബുക്സ് ഇതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ കയറി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കൊള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. സോ യൂട്യൂബ് സീരീസിലെ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.